നമ്മളെല്ലാവരുടെയും അഭിപ്രായം ഒറ്റക്കെട്ടാണ്. കേരളത്തെ മലയാളികളെ ആകെ ആക്ഷേപിക്കുന്ന ഒരു പരാമർശമാണ് ഉണ്ടായിട്ടുള്ളത്. കേവലം മലയാളികളെ മാത്രമല്ല, സൗത്ത് ഇന്ത്യക്കാരെ മാത്രമല്ല, രാജ്യത്തിൻ്റെ ഡൈവേഴ്സിറ്റിയെ ആകെ അവഹേളിക്കുന്ന പരാമർശമാണ് BJP അംഗത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, ഈ രാജ്യത്തിൻ്റെ ഡൈവേഴ്സിറ്റിയെ ബഹുമാനിക്കുന്ന, ഭരണഘടനയെ ആദരിക്കുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു പ്രസ്താവനയാണ് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ജോൺ ബ്രിട്ടാസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ മൈക്കിൻ്റെ തൊട്ട് പുറകിൽ പോയി, അദ്ദേഹത്തിൻ്റെ സീറ്റിൻ്റെ തൊട്ട് പുറകിൽ പോയി അദ്ദേഹത്തെ അവഹേളിക്കുന്ന നിലയിൽ, മലയാളികളെയും ഡൈവേഴ്സിറ്റിയെയും അവഹേളിക്കുന്ന നിലയിൽ ലുങ്കിവാല എന്ന് തുടർച്ചയായി വിളിക്കുകയായിരുന്നു BJPയിലെ ഒരംഗം ചെയ്തത്. ആ വിഷയം ചെയർമാൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തി. ഞങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽപ്പെട്ടവർ മാത്രമല്ല, മലയാളികളായിട്ടുള്ള ആളുകളെല്ലാം കൂട്ടായി ചേർന്നുകൊണ്ട് തന്നെ ഞങ്ങളിത് ചെയർമാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ചെയർമാൻ തുടർന്ന് സംസാരിക്കാൻ, ഈ വിഷയം ഉന്നയിക്കാനുള്ള അവസരം നൽകി. ആ സമയത്ത് അവസരം ഉന്നയിച്ചപ്പോൾ അതിനകത്ത് ചെയർമാൻ കൃത്യമായ റൂളിംഗ് നൽകുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഡൈവേഴ്സിറ്റി ആദരിക്കപ്പെടേണ്ടതാണ്, ഒരു കാരണവശാലും കൾച്ചറിനെ ഹേർട്ട് ചെയ്യുന്ന നിലയിൽ, വേദനിപ്പിക്കുന്ന നിലയിൽ, അപമാനിക്കുന്ന നിലയിൽ പരാമർശം ഉണ്ടാവാൻ പാടില്ല എന്നാണ് ചെയർമാൻ നൽകിയിട്ടുള്ള റൂളിംഗ്. എന്നാൽ അതിനുശേഷം പാർലമെൻറ്റിനകത്ത് BJPയുടെ അംഗങ്ങൾ അവരുടെ കൾച്ചറൽ പോലീസിങ്ങിൻ്റെ തുടർച്ചയായിട്ടാവാം ഏറ്റവും തെറ്റായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകളെ അവഹേളിക്കുന്ന, സംസാരിക്കാൻ അനുവദിക്കാത്ത നിലയിൽ പെരുമാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഒന്നിച്ച് ഒരു പ്രൊട്ടസ്റ്റ് ഇന്ന് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, രാജ്യത്തിൻ്റെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗങ്ങൾ എല്ലായിടത്തും പ്രാദേശിക ഡൈവേഴ്സിറ്റി ഉൾപ്പെടെ, വൈവിധ്യം ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എല്ലാ നിലയിലുള്ള വൈവിധ്യങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഭക്ഷണത്തിൻ്റെയോ വസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അടയാളങ്ങളുടെയോ പേരിൽ ഒരു മനുഷ്യനും ഇവിടെ ക്രൂശിക്കപ്പെടാൻ പാടില്ല, ഒരു ജനവിഭാഗവും ഇവിടെ വേട്ടയാടാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള ഏറ്റവും കൃത്യമായ നിലപാട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഇവിടെ വന്നിട്ടുള്ളതും സംസാരിക്കുന്നത്.